സർക്കാർ ഇവിടെ നിശബ്ദ സാക്ഷിയാണ്. വിജിലൻസ് ആണ് നായകൻ. അവർ വെള്ളാപ്പള്ളിയുടെ പരിപ്പെടുക്കുന്ന എഴുത്ത് കൊടുത്ത് കേരള ഹൈക്കോടതിയിലാണ്. ഇനി വെള്ളാപ്പള്ളിയുടെ ജാതകത്തിൽ ആവശ്യമായ തിരുത്തലുകൾ ഹൈക്കോടതി വരുത്തിക്കൊള്ളും. സതീശൻ നിശബ്ദ സാക്ഷിയായി നിൽക്കും. SNDP മൈക്രോ ഫിനാൻസ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തെ 7 താലൂക്ക് യൂണിയനുകളിൽ ക്രമക്കേട് നടന്നതായി വിജിലൻസ് ഹൈക്കോടതിയെ അറിയിച്ചു. പുൽപ്പള്ളി, മാനന്തവാടി, റാന്നി, കുന്നത്തുനാട്, കണയന്നൂർ, ചിറ്റൂർ, തളിപ്പറമ്പ് എന്നീ യൂണിയനുകളിലെ അന്വേഷണത്തിലാണ് അഴിമതി കണ്ടെത്തിയത്. പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്നും SNDP യോഗം സ്വീകരിക്കുന്ന വായ്പാ തുക വിവിധ യൂണിയനുകൾ വഴി അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിലാണ് ക്രമക്കേട് നടന്നത്. അംഗങ്ങളിൽ നിന്ന് അമിത പലിശ ഈടാക്കിയതായും പണം വകമാറ്റി ചെലവഴിച്ചതായും വിജിലൻസ് പ്രത്യേക സംഘം നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. സംസ്ഥാനത്താകെ രജിസ്റ്റർ ചെയ്ത 124 കേസുകളിൽ 7 താലൂക്ക് യൂണിയനുകളിലെ അന്വേഷണ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വിജിലൻസ് സമർപ്പിച്ചത്. ഇതിൽ പുൽപ്പള്ളി, റാന്നി യൂണിയനുകളിലെ കേസുകളിൽ കുറ്റപത്രം തയ്യാറാക്കി കഴിഞ്ഞു. അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കേസായതിനാൽ പുൽപ്പള്ളി യൂണിയനിലെ കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുന്നതിനായി സർക്കാരിന്റെ വിചാരണ അനുമതി തേടിയിരിക്കുകയാണ്. മറ്റ് യൂണിയനുകളിലെ കുറ്റപത്രങ്ങൾ തയ്യാറായി വരികയാണെന്ന് വിജിലൻസ് SP S ശശിധരൻ ഹൈക്കോടതിയെ അറിയിച്ചു. അതേസമയം ആകെ രജിസ്റ്റർ ചെയ്ത 124 കേസുകളിൽ 7 എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ തീരുമാനം ആയിട്ടുള്ളതെന്നും മറ്റ് കേസുകളിൽ കൂടി വേഗത്തിൽ നടപടി സ്വീകരിക്കണമെന്നും പരാതിക്കാരൻ കോടതിയിൽ ആവശ്യപ്പെട്ടു. വിജിലൻസ് സമർപ്പിച്ച റിപ്പോർട്ട് ഹൈക്കോടതി വിശദമായി പരിശോധിക്കും. SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പ്രതിയായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ അന്വേഷണ സംഘത്തെ ഹൈക്കോടതി വിമർശിച്ചിരുന്നു. അന്വേഷണം ഉടൻ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ച കോടതി കേസിലെ അന്തിമ റിപ്പോർട്ട് ജൂൺ 20-ാം തീയതിയോ മുൻപോ ആയി സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടു. കേസിൽ ഇതുവരെ ഒന്നും ചെയ്യാതെയിരുന്നത് എന്തുകൊണ്ടാണെന്ന് പ്രതിയുടെ പേര് നോക്കിയാൽ നാട്ടുകാർക്ക് മനസ്സിലാകുമെന്ന് കോടതി പരിഹസിച്ചു. വിജിലൻസ് അന്വേഷണം വൈകുന്നതിനെതിരായ ഹർജിയായിരുന്നു കോടതിയുടെ വിമർശനം. നേരത്തെയും കേസ് അന്വേഷണം വൈകുന്നതിൽ ജസ്റ്റിസ് ബദറുദ്ദീൻ അധ്യക്ഷനായ ബെഞ്ച് വിമർശനം ഉന്നയിച്ചിരുന്നു. കേസ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ വെള്ളാപ്പള്ളി നടേശനെ വിജിലൻസ് വീട്ടിലെത്തി ചോദ്യം ചെയ്തിരുന്നു. 2016-ലാണ് VS അച്യുതാനന്ദന്റെ പരാതിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ കേസ് അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് SNDP കോടികൾ വായ്പയെടുത്തതിനാൽ അഴിമതി ആരോപണം, സാമ്പത്തിക തിരിമറി, ഗൂഢാലോചന എന്നിവയിലൂടെ 15 കോടി രൂപ തട്ടിച്ചെന്നാണ് VS അച്യുതാനന്ദൻ ആരോപിച്ചത്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ SNDP യോഗ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ എതിരായ ആദ്യ കുറ്റപത്രം നേരത്തെ തയ്യാറായിരുന്നു. അതിന് വിജിലൻസ് ഡയറക്ടർ അംഗീകാരം നൽകി. ഇക്കാര്യം ഹൈക്കോടതിയെ അറിയിച്ചു. കുറ്റപത്രം കോടതിക്ക് നൽകാത്തതിൽ വിമർശനവുമായി ഹൈക്കോടതി രംഗത്തെത്തിയിരുന്നു. ഇതോടെ നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. 2014-ൽ വയനാട് യൂണിയന് 10 ലക്ഷം നൽകിയതിലെ ക്രമക്കേടിലാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. വെള്ളാപ്പള്ളി നടേശൻ, MN സോമൻ, വയനാട് SNDP യൂണിയൻ ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് പ്രതികൾ. അഴിമതി നിരോധന നിയമം ചുമത്തുന്നതിനാൽ സർക്കാർ പ്രോസിക്യൂഷൻ അനുമതി നൽകണം. നേരത്തെ വിവിധ ഏജൻസികൾ കേസ് അന്വേഷിച്ചിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ കുറ്റം ചുമത്തിയിരുന്നില്ല. കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥന് എതിരെ ഹൈക്കോടതി രൂക്ഷ വിമർശനം ഉയർത്തിയിരുന്നു. 3 ആഴ്ചയ്ക്കകം അന്വേഷണ പുരോഗതി അറിയിച്ചിട്ടില്ലെങ്കിൽ SP S ശശിധരൻ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റുമെന്നായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ മുന്നറിയിപ്പ്. നിരന്തരം നിർദ്ദേശിച്ചിട്ടും S ശശിധരൻ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകിയില്ലെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത്. നിരവധി കേസുകളിൽ വെള്ളാപ്പള്ളി നടേശനെ അന്വേഷണം നടക്കുന്നുണ്ട്. 2016-ൽ VS അച്യുതാനന്ദൻ നൽകിയ പരാതിയിലാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ അന്വേഷണം തുടങ്ങിയത്. സ്ത്രീകളുടെ പേരിൽ വ്യാജ പദ്ധതിയിലൂടെ പിന്നാക്ക വികസന കോർപ്പറേഷനിൽ നിന്ന് വായ്പയെടുത്തതിൽ അഴിമതിയുണ്ട്. 124 ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. അതിൽ ഓരോന്നിലും കുറ്റപത്രം തയ്യാറാക്കണം. മൈക്രോ ഫിനാൻസ് കേസിൽ തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ്. വെള്ളാപ്പള്ളി നടേശനെതിരായ കേസിലാണ് തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടത്. തിരുവനന്തപുരം വിജിലൻസ് പ്രത്യേക കോടതിയുണ്ടായതായിരുന്നു ഉത്തരവ്. അന്വേഷണം പൂർത്തിയാക്കി 3 മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശം. അഴിമതി നടന്നിട്ടില്ലെന്ന വിജിലൻസ് റിപ്പോർട്ട് തള്ളി കോടതി. എന്നാൽ വെള്ളാപ്പള്ളി ആയതിനാൽ ഒന്നും നടന്നില്ല. കോടതി മറ്റ് ജോലികളിലായി. SNDP യൂണിയൻ ശാഖകൾ വഴി നടത്തിയ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് 15 കോടിയിലധികം കോടിയുടെ ക്രമക്കേടാണ് നടന്നത് എന്നായിരുന്നു VSന്റെ പരാതി. പിന്നാക്ക ക്ഷേമ കോർപ്പറേഷനിൽ നിന്നെടുത്ത വായ്പ വലിയ പലിശ നിരക്കിൽ താഴേക്ക് നൽകി തട്ടിപ്പ് നടത്തിയെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. പ്രാഥമിക അന്വേഷണം നടത്തി ക്രമക്കേട് കണ്ടെത്തിയ വിജിലൻസ് വെള്ളാപ്പള്ളിയെ 1-ാം പ്രതിയാക്കി കേസെടുത്തു. സംസ്ഥാനത്തുടനീളം 124 കേസുകളാണ് വിജിലൻസ് അന്വേഷിച്ചത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം
എറണാകുളം റേഞ്ച് SP ഹിമേന്ദ്രനാണ് അന്വേഷണങ്ങൾ ഏകോപിപ്പിച്ചത്. വിജിലൻസ് അന്വേഷണത്തിൽ 5 കേസുകളാണ് എഴുതിത്തള്ളാൻ തീരുമാനിച്ചത്. മൈക്രോ ഫിനാൻസ് വായ്പകളായി നൽകിയ പണം സർക്കാരിലേക്ക് തിരികെ അടച്ചുവെന്നും താഴെത്തട്ടിലേക്ക് പണം നൽകിയതിൽ ക്രമക്കേട് കണ്ടെത്താനായിട്ടില്ലെന്നുമാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. 54 കേസിലും അന്വേഷണം അന്തിമഘട്ടത്തിലാണ്. ഈ കണ്ടെത്തൽ പിണറായി വിജയന്റെ കാലത്തായിരുന്നു. അന്വേഷണം നടത്തുന്നതിനിടയിൽ എല്ലാ ശാഖകളും നിന്നും പണം തിരികെ അടച്ചു. വിജിലൻസ് അന്വേഷണത്തിൽ നിന്ന് തലയൂരി. സാമ്പത്തിക നഷ്ടം വന്നില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇതോടെ വിജിലൻസ് പിന്നോട്ട് പോയി. അന്വേഷണം അവസാനിപ്പിച്ച് നൽകിയ റിപ്പോർട്ടിൽ പരാതിയുണ്ടെങ്കിൽ അറിയിക്കാൻ ആവശ്യപ്പെട്ട് VS-ന് തൃശൂർ വിജിലൻസ് കോടതി നോട്ടീസ് നൽകി. മൈക്രോ ഫിനാൻസ് നടത്തിപ്പിന്റെ കോഓർഡിനേറ്റർ ആയിരുന്നു മഹേഷൻ. അന്വേഷണത്തിന്റെ ആത്മഹത്യ ചെയ്തിരുന്നു. സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെടുത്തി ആത്മഹത്യക്ക് പിന്നിൽ വെള്ളാപ്പള്ളിക്കും തുഷാറിനുമെതിരെ ആക്ഷേപം ഉയർന്നിരുന്നു. ഈ ആത്മഹത്യാ കേസ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുകയാണ്. മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ VS അച്യുതാനന്ദന് വേണ്ടി മകൻ കോടതിയിൽ ഹാജരായിരുന്നു. ഇതേ മകനെ ഉപയോഗിച്ച് കേസിൽ നിന്നും തലയൂരാനാണ് പിണറായി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കളുടെ ശ്രമം. കഴിഞ്ഞ സിറ്റിംഗിൽ VS-ന്റെ മകൻ അരുൺകുമാർ കോടതിയിൽ ഹാജരായി തന്റെ പിതാവ് രോഗാതുരനാണെന്ന് അറിയിച്ചിരുന്നു. കേസുമായി മുന്നോട്ട് പോകാൻ താല്പര്യമില്ലെന്ന മട്ടിലാണ് അരുൺകുമാർ സംസാരിച്ചത്. ഇത് CPM നേതാക്കളുടെ സമ്മർദ്ദത്തെ തുടർന്നായിരുന്നു. എന്നാൽ കേസുമായി മുന്നോട്ട് പോകാനാണ് കോടതി തീരുമാനിച്ചത്.